ഫ്രണ്ട്സ്, ടൈറ്റിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ, നമുക്കിപ്പോൾ പോവാം. ലാസ്റ്റ് എപ്പിസോഡിൽ എന്ത് സംഭവിച്ചത് നമുക്ക് നോക്കാം. അർജുൻ പറയാം, ഇവരെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഓർമ്മയായി. ജംഗോക്ക്, എന്ത് പറ്റി അർജുൻ? ഇല്ലടാ മച്ചാ, നിങ്ങൾ BTS മെമ്പർ ബോയ്സ് എന്ന് ഗ്രൂപ്പ് പറഞ്ഞിരുന്നു. ഈ ആദിക്കൊന്നും മനസ്സിലായില്ലടാ, എനിക്കിപ്പോൾ ഓർമ്മയാ. അതെ, ജിൻ, അത് അതെടാ ജിന്ന്. ഇതാ ജിന്ന് ചേട്ടനാണ്. എന്ത്, ഇവനാണോ ജിന്ന് എന്ന് അർജുനക്ക് ഷോക്കായി പോയി. എൻ്റെ അനിയത്തി ഇവൻ്റെ ഭയങ്കര ഫാനല്ലോ. സത്യത്തിൽ പറഞ്ഞ ഹാൻസം ആണല്ലോ. അർജുൻ, എന്ത് പറ്റി? ജങ്കു, ഒന്നുമില്ലടാ അർജുൻ, നീ എന്താ കാണിച്ചേക്ക? ഒന്നുമില്ലടാ, 2 ആർമിസ് ഗേൾസ് എൻ്റെ വീട്ടിലുണ്ടടാ, അത് ഞാൻ ഓർത്തതാ. എന്തടാ നീ പറഞ്ഞ? അതെടാ, ജിൻ, എൻ്റെ അനിയത്തി നിൻ്റെ ഫാനാണ് ജങ്കൂക്ക്. ഈ ആദിൻ്റെ അനിയത്തി നിൻ്റെ ഫാനാണ്, ആർമി ഗേളാണ്. എന്ത്, അങ്ങനെയാണോ? ശരി, അങ്ങനെ വാ, വീട്ടിലേക്ക് പോവാം. അങ്ങനെ വീട്ടിലേക്ക് വിളിച്ചാണ് വരാൻ തുടങ്ങി. ജങ്കൂക്ക് പറയാം, ഹോളിഡേ ഞങ്ങളൊരു വീട് എടുത്തിനിടാ, അതുകൊണ്ട് വീട്ടിലേക്ക് ഒന്ന് താമസിക്കാം. എനിക്ക് എന്ത് പറ്റി ജങ്കൂക്ക് പറഞ്ഞ? ഇല്ലടാ, ഞങ്ങൾ വീട്ടിൽ 2 ബെഡ്റൂം അല്ലടാ 3 ബെഡ്റൂം ഉണ്ടടാ, അത് വലിയ വീടാണ്. നീ അവിടെ വീട്ടിൽ താമസിച്ചാൽ മതി. ശരി, അങ്ങനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയി വെള്ളടിച്ചു. ഹോബി വന്നു. അയ്യോ, എനിക്ക് ഡാൻസ് ഉണ്ട്. ജിമ്മി, എന്ത് പറ്റി? ഡോർ തുറക്ക്. ജിമ്മിൻ ഡോർ ഇടുന്നു. ഹായ്, എന്താ? ജങ്കുക്ക്, ഇവരാണ് ഫ്രണ്ട്സ്, ജങ്കുക്ക് പറഞ്ഞു. അകത്ത് വാ, എല്ലാവരും വിളിച്ചു. എല്ലാവരും വന്നു എന്ന് ജങ്കുക്ക് വെച്ചിട്ട് എല്ലാവരും വന്നു. ഹായ് ആരം, ഞാൻ ടീം ലീഡറാണ് എന്നും പറഞ്ഞു. അങ്ങനെ എല്ലാവരും പരിചയപ്പെട്ടു. ഹായ് ഹോബി. ശരി, ഓക്കെ, എല്ലാവരും സംസാരിക്കാൻ തുടങ്ങി. ജിൻ ചോദിക്കാം, അതേടാ നീ പറഞ്ഞിരുന്നു. എങ്ങനെയുണ്ട് അവിടെ ഇന്ത്യയിലെങ്ങനെ? ഇന്ത്യയിൽ ഇവിടെ കുറേ മോശമില്ല, അത്ര ഇന്ത്യയിൽ കുറച്ച് വ്യത്യാസമാണുള്ളത്. ശരി, ഓക്കെ. ഫോൺ വന്നു, ഒരു മിനിറ്റ്. ഹലോ, അച്ഛാ, ഞാൻ എത്തി അച്ഛാ. അതെടാ, നീ ഇപ്പോൾ എത്തിയോ ഇല്ല എന്ന ഡൗട്ടിൽ കോൾ ചെയ്തടാ. എത്തി അച്ഛാ. അമ്മ എങ്ങനെയുണ്ട് അച്ഛാ? എടി ലക്ഷ്മി, വന്നു വെച്ചേട്ടാ. എന്ത് പറ്റി? മകനാണ്. മോനെ, എങ്ങനെയുണ്ടടാ ഫ്രണ്ട്സ് അല്ല? അമ്മേ, നിങ്ങൾ വേർത്തിരുന്നോ? ശരി, അച്ഛാ ഇവരെല്ലാം ഫ്രണ്ട്സ് പരിചയപ്പെട്ടു പോകുന്നത്. ചേട്ടാ, ഇവളൊന്നു. ഹായ് ചേട്ടാ. ഹായ്. ജിന്നെ നോക്കി. ജിന്ന് മോശമാണ് ജിന്ന് ഇരിക്കുക. ഹായ് ചേട്ടാ. ആദ്യം പറയാം, ഇവള് വന്നോ? എന്താ നീ? ജങ്ക് ചോദിച്ചു. ഇവളെൻ്റെ അനിയത്തിയ. ജങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പോയി. അങ്ങനെ എല്ലാവരും സംസാരിക്കുകയാണ്. ഇപ്പം എല്ലാവരും അങ്ങനെ എല്ലാവരും വെച്ച് സംസാരിക്കുകയാണ്. അച്ഛാ, ഇവരെല്ലാം എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പരിചയപ്പെട്ടു. അമ്മ, എന്ത് പറ്റി? പ്രിയ, എന്ത് പറ്റി? പ്രിയ, എന്ത് പറ്റി? അമ്മ, ഇങ്ങോട്ട് വാ. എന്ത് പറ്റി മോളെ? ഞാൻ വരാം, നിങ്ങളെല്ലാം സംസാരിച്ചു. അങ്ങനെ പറഞ്ഞു പോയി. എന്ത് പറ്റിയ അമ്മ? അത് അമ്മ, മീനാക്ഷി ആൻറ്റിയില്ലേ? എന്ത് പറ്റി പ്രിയ, പറയൂ. മീനാക്ഷി ആൻറ്റീൻ്റെ ഡോഗ്. എന്ത്? മീനാക്ഷി ആൻറ്റിയുടെ ഡോഗ്? അപ്പം നീ എന്തടി ചെയ്ത പ്രിയ? സത്യം പറയും. മീനാക്ഷി ആൻറ്റി ഡോഗ് കാണുന്നില്ല അമ്മ. എന്ത്? മീനാക്ഷി ആൻറ്റിൻ്റെ ഡോഗ് കാണുന്നില്ല? അതെ അമ്മ, ടിക്കു പറഞ്ഞു മമ്മി. എന്ത് ടിക്കുവാ? ഇത് എന്ത്? ഇല്ല മമ്മി, അവന് ആൻറ്റിൻ്റെ മകനില്ലേ? അവന് ഡോഗ് അവന് പിന്നെ അപ്പുറത്തെ ഋതു പറഞ്ഞു അമ്മ, അവൻ ഡോഗിനെ എടുത്തോണ്ട് പോയിന്. ആൻറ്റി എൻ്റെ ഡോഗിന് ചോദിക്കാം അമ്മ, ഇങ്ങോട്ട് വാ. ശരി, ഞാൻ വരാം. എന്ത് പറ്റി? ഇല്ല, ഡോഗിന് കാണുന്നില്ല. നിങ്ങളെ മകൻ ഡോഗ് എടുത്തോണ്ട് പോകുന്നു കണ്ടിട്ടുണ്ട്, കുട്ടികൾ പറഞ്ഞായിരുന്നു. എന്ത്? ഡോക്ടറെ അവൻ എടുത്തോണ്ട് പോയോ? അത് നിങ്ങൾ ടിക്കറ്റോട് ചോദിച്ചു നോക്ക്. ശരി, അവന് ഗ്രൗണ്ടിൽ. ആൻറ്റി,
നിങ്ങളെ മകൻ ടിക്കു അവിടെ ഡോഗിനെ വെച്ച് അവനവിടെ എല്ലാ കുട്ടികളും ഓടിച്ച് വായിക്കുവാ ആൻറ്റി. ശരി, ഇവനെ ഡിച്ച് തണ്ടിയേക്കാം. ടിക്കു, അയ്യോയ്യോ, ഈ അമ്മ വന്നു. ഈ ആനനെ വെച്ച് തടി വെച്ചിരി തടിച്ചിട്ടുള്ളതായിരുന്നു ടിക്കുൻ്റെ അമ്മ. ഇങ്ങനെ പിടിച്ച് തല്ലി. അങ്ങനെ കാതെ തിരുമ്പി വീട്ടിൽ കൊണ്ടുവന്ന് വന്നു. ടിക്കുവിൻ്റെ അമ്മ, ആ എന്ത് പറ്റി ആൻറ്റി? നിങ്ങളെന്താ ഇടാതെ പാക്കിങ് ചെയ്യുക? ഇല്ല പ്രിയ, ഇല്ല, ഇവൻ്റെ അച്ഛനക്ക് വേറെ സ്ഥലത്തിൽ ഇത് ജോലി കിട്ടിയിട്ടുണ്ടോ. ഇവിടുന്ന് നമ്മൾ സ്ഥലം മാറാൻ പോവാണ്. ആൻറ്റി, നിങ്ങളെന്താ സ്ഥലം മാറാൻ പോവാ? ഇല്ല മോളെ, ഇവിടെ ഒന്നും സെറ്റാകുന്നില്ല. അങ്ങനെ കുറച്ച് ദിവസം ഈ വീട്ടിൽ താമസിച്ചായിരുന്നു. ശരി ആൻറ്റി. ഇല്ല, ഇവിടെ വീട്ടിലേക്ക് വേറെ കുട്ടികളെ വരുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട്. ശരി ആൻറ്റി, ശരി, ഞങ്ങൾ വരാം. അങ്ങനെ പറഞ്ഞ് അവരെല്ലാവരും കൂടി കാലിയാക്കിയിട്ട് പോയി. അയ്യോ, ഈ ആൻറ്റി പോയി. എന്തടി കഷ്ടം. പ്രിയ, എന്തു പറ്റി റോസ്? ഇല്ലടി, ഇവിടെ നമുക്ക് ഒരു പ്ലാൻ ഉണ്ടടി. എന്തടി? ഇല്ലടി മച്ചി, എനിക്ക് നാളെ ബാക്കി ഫ്രണ്ട്സില്ലേ, ബാക്കി ഫ്രണ്ട്സാ? അതടി മച്ചി, ബാക്കി ഫ്രണ്ട്സില്ലേ? അതടി, അവരോട് ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ പറയാം. എന്തടി? അതടി, ഈ വീട്ടിൽ താമസിക്കാൻ പറഞ്ഞാൽ. അതെ, ഇല്ലടി, ബാക്കി ഫ്രണ്ട്സിലുണ്ട്. ഞങ്ങൾ ബാക്കി ഫ്രണ്ട്സ് വീട്ടിലേക്ക് വരാൻ. അതടി, ഒരേ ഒരു ഫ്രണ്ട് ഉണ്ടടി. അവൾ വന്നാൽ താമസിച്ചാൽ നമുക്ക് റകലില്ല. ശരി, ഓക്കെ, വീട് കൊടുക്കുന്ന മുമ്പ് അവർക്ക് പറയാം. ഹലോ ഹലോടി മച്ചി, നീ എവിടെയുള്ളത്? ഞാൻ വീട്ടിലുള്ളതടി. നിൻ്റെ അച്ഛനൊക്കെ ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാടക വീട്ടിൽ തേടുന്നു ചോദിച്ചിട്ടുണ്ടോ? ആ, കോളേജ് ഒന്ന് സ്റ്റാർട്ടായിട്ടാ. നിങ്ങൾ വീട്ടിലേക്ക് വാ, നിങ്ങൾക്ക് വീടിൻ്റെ ഫോട്ടോസ് ഞാൻ അയച്ചോളാം. ഞങ്ങൾ അടുത്തടി മച്ചിയുള്ള വീട്. ശരി, ഓക്കെ. അങ്ങനെ ആ പെൺകുട്ടി വന്നു. ഹായ് മച്ചി, ഹായ് മിയ. അങ്ങനെ വീട്ടിലേക്ക് വന്നു. ഹായ്, എങ്ങനെയുണ്ടടി? സന്തോഷമാണടി? അതെ, ബോറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും സന്തോഷത്തിൽ ഹാപ്പിയിൽ ഇരിക്കാൻ തുടങ്ങി.